ഹായ് ഫ്രണ്ട്സ്, പെറ്റ്സ് ഫോറിൻ്റെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതാ പുതിയ വീഡിയോയ്ക്ക് എല്ലാവരും സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മൾ ഇന്നത്തെ പെറ്റ്സിനെ പരിചയപ്പെടുത്തി തരാൻ പോകാണ്ട്. ഇതുപോലെ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും പെറ്റ്സിനെ സെയിൽ ചെയ്യുകയാണെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ഒരു മെസ്സേജ് അയക്കാട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോസ് അയക്കുമ്പോൾ ഒരു 30 സെക്കൻഡ് വീഡിയോസ് അയക്കാൻ ശ്രമിക്കാട്ടോ. പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു മണ്ടത്തരം ചെയ്തു, അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതിനെല്ലാവരോടും സോറി പറയണം. പക്ഷേ നമ്മൾ എഡിറ്റ് ചെയ്തപ്പോൾ ഒരു പ്രശ്നം ആയിരുന്നില്ല. പക്ഷേ നമ്മൾ വീഡിയോ ഇട്ട് കമൻറ്റ് ബോക്സോട് നോക്കിയപ്പോഴാണ് എനിക്ക് ആ ഒരു കാര്യം മനസ്സിലായത്. കാരണം വീഡിയോസ് അയച്ചു തന്നപ്പോഴുള്ള വീഡിയോ വോയിസ് കയറി വന്നു, നമ്മൾ വോയിസ് ഓവർ കൊടുത്തപ്പോൾ ചിലപ്പം ഇറങ്ങിപ്പോയിട്ട് അതാണ് ഉണ്ടായത്. അപ്പം നമ്മൾ ആ വീഡിയോ വീണ്ടും റീപോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും കാണാത്തതോ അല്ലെങ്കിൽ കണ്ടിട്ട് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ പോയി കാണാം. പിന്നെ നമ്പേഴ്സൊക്കെ ഓണേഴ്സ് നമ്പേഴ്സൊക്കെ ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അതനുസരിച്ച് വിളിച്ച് ചോദിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഓരോ വീഡിയോയിലൊപ്പം നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ടാവും, A1 A2 അല്ലെങ്കിൽ നമ്പർ 1 നമ്പർ 2 അങ്ങനെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഓണേഴ്സിൻ്റെ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ച് വേണം നിങ്ങൾ വിളിച്ച് ചോദിക്കാനും ബാക്കി ഡീറ്റെയിൽസൊക്കെ ചോദിച്ച് അറിയാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ നമ്മളൊരു ഇടനിലക്കാരൻ മാത്രമാണ്, അതായത് മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം 2000 സബിനോട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. 1,300 അതായത് 1300 കടന്നുണ്ട് നമ്മുടെ കൊച്ചു ഫാമിലി. ഇപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ വീഡിയോ ലെങ്ത്ത് കൂട്ടാനൊക്കെ പറഞ്ഞാൽ ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. വീഡിയോ ലെങ്ത്ത് കൂട്ടാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള സെയിൽ പോസ്റ്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ നമ്മൾ ഡെയിലി അപ്ഡേഷൻ ഇടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെയിൽ പോസ്റ്റിൻ്റെ എണ്ണം കുറച്ചത്. അത് ഒരു ദിവസം 5-6 പെറ്റ്സിനെ മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ട് വീഡിയോസ് ഇടുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ സബ് കുറവായ കാരണമാണ് നമുക്ക് അതുപോലെ എൻക്വയറീസ് ഒന്നും വരാത്തത്. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ വീഡിയോസിൻ്റെ ലെങ്ത്തും കാര്യങ്ങളൊക്കെ കൂട്ടി വരുന്നതായിരിക്കും. എനിക്കും ലോങ് വീഡിയോസ് ഇടാനാണ് ഇഷ്ടം. അതുപോലുള്ള സെയിൽ പോസ്റ്റും കാര്യങ്ങളും വരാത്തതുകൊണ്ടാണ് നമ്മൾ 5 മിനിറ്റ് 6 മിനിറ്റ് വീഡിയോസ് നമ്മൾ ഒതുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കൂടുതൽ വൈകില്ല, നേരെ നമുക്ക് വീട്ടിലോട്ട് പോകാം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം പരിചയപ്പെടാനുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പാണ് കേട്ടോ. അപ്പോൾ ഈ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിങ്ങൾക്ക് പെറ്റ്സിനെ സെയിൽ ചെയ്യാനും വാങ്ങാനും എല്ലാം പറ്റും. കൂടാതെ ഇതിൽ ലേലം കാര്യങ്ങൾ പോലുള്ള നടക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതായത് ഒരു പെറ്റ്സിനെ ഇത്ര രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ വിളിക്കുന്നത് ആരാണോ അവർക്ക് ആ പെറ്റ്സിനെ സ്വന്തമാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ ഗ്രൂപ്പിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്മിൻ ഓൺലി ആണ്. അപ്പോൾ നിങ്ങൾ എന്തിനാ പെറ്റ്സിനെ സെയിൽ ചെയ്യാനും വിൽക്കാനും അങ്ങനെയൊക്കെയാണ് ആദ്യം അഡ്മിനെ കോൺടാക്ട് ചെയ്തിട്ട് വേണം നിങ്ങൾക്ക് ഇതിൽ പോസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ഇടാനായിട്ട് കേട്ടോ. അപ്പോൾ ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ടായിരിക്കും കേട്ടോ. അപ്പം നമുക്ക് ആദ്യം തന്നെ സെയിലിനായിട്ട് വന്നുള്ള ഗപ്പീസാണ് കേട്ടോ. അതും ഏത് വെറൈറ്റി ഗപ്പീസാന്ന് നോക്കിയാൽ ഇവിടെ ഫുൾ ഗോൾഡിൻ്റെ സെമിയറിലിട്ട് പ്രായം വരുന്ന ഗപ്പീസാണ് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 100 രൂപയാണ് പെയറിന് ചോദിക്കുന്നത്. അപ്പം നല്ല ക്വാളിറ്റിയുള്ള നല്ല ആക്റ്റീവുള്ള ഗപ്പീസാണ് കേട്ടോ. അപ്പോൾ സ്ഥലം വരുന്നത് തൃശ്ശൂരാണ് സ്ഥലം വരുന്നത്. അപ്പോൾ പെയറിന് അദ്ദേഹം ചോദിക്കുന്ന റേറ്റ് 100 രൂപയാണ്. ഓൾ കേരള കൊറിയറും കാര്യങ്ങളൊക്കെ പോസിബിൾ ആണ് കേട്ടോ. കൂടാതെ വേറെ വെറൈറ്റി ഗപ്പീസൊക്കെ അദ്ദേഹത്തിൻ്റെ സെയിലിനായിട്ടുണ്ട്. അത് നമുക്ക് വഴിയെ കാണാം. അപ്പോൾ ആർക്കും താല്പര്യമെങ്കിൽ നമ്മൾ വിളിച്ച് കോൺടാക്ട് ചെയ്താൽ ബാക്കി ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് നേരിട്ട് തന്നെ ചോദിച്ച് അറിയാവുന്നതാണ് കേട്ടോ. അപ്പോൾ അടുത്ത വെറൈറ്റി ഗപ്പീസ് ഏതാന്ന് നോക്കിയാലോ. അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് നമ്മുടെ റെഡ് ഡ്രാഗൺ ആണ് കേട്ടോ. അതും ബ്രീഡിംഗ് പെയറാണ് കൊടുക്കാള്. നല്ല ക്വാളിറ്റിയുള്ള ഗപ്പീസാണ് കൊടുക്കാള് കേട്ടോ. അപ്പോൾ ഈ ഒരു പെയറിന് അദ്ദേഹം ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 100 രൂപ തന്നെയാണ് കേട്ടോ. തൃശ്ശൂരാണ് സ്ഥലം വരുന്നത്. ഓൾ കേരള കൊറിയറും കാര്യങ്ങളൊക്കെ പോസിബിൾ ആണ് കേട്ടോ. അതും ബ്രീഡിംഗ് പെയർ നല്ല ക്വാളിറ്റിയുള്ള ഗപ്പീസാണ് കൊടുക്കാള് കേട്ടോ. അപ്പോൾ അടുത്ത വെറൈറ്റി ഗപ്പീസ് ഏതാന്ന് നോക്കിയാലോ. അടുത്ത ഗപ്പി വെറൈറ്റി ഏതാന്ന് നോക്കിയാൽ നമ്മുടെ ഗാലക്സി ക്രൗൺ ടെയിലാണ് കേട്ടോ. അപ്പോൾ സെമിയിലിട്ടാണ് പ്രായം വരുന്നത്. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ഗപ്പീസാണ്. അപ്പോൾ പ്രായം വരുന്ന സെമിയിലിട്ടാണ് ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 100 രൂപയാണ് അദ്ദേഹം ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ സ്ഥലം മറക്കേണ്ട, തൃശ്ശൂരാണ് സ്ഥലം വരുന്നത് കേട്ടോ. അപ്പോൾ അടുത്ത വെറൈറ്റി ഗപ്പീസ് ഏതാണെന്ന് നോക്കിയാലോ. അടുത്ത ഗപ്പി വെറൈറ്റി ഏതാണെങ്കിൽ ഇപ്പോഴും മാർക്കില്ല, നല്ലൊരു ഫാൻ ബേസ് ഉള്ള ഗപ്പി വെറൈറ്റിയാണ്. വേറെ ഒന്നുമല്ല, നമ്മുടെ ചില്ലി മൊസൈക്ക് ഡംബോയറാണ് കേട്ടോ. അപ്പോൾ പ്രായം വരുന്നത് സെമിയിലിട്ടാണ്. അപ്പോൾ നല്ലൊരു ഓഫർ റേറ്റിനാണ് അദ്ദേഹം കൊടുക്കുന്നത്. വെറും 70 രൂപയ്ക്കാണ് പേരിന് അദ്ദേഹം കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ സ്ഥലം മറക്കേണ്ട, തൃശ്ശൂരാണ്. ഓൾ കേരള കൊറിയറും കാര്യങ്ങളൊക്കെ പോസിബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും വെറൈറ്റി ഗപ്പീസ് നിങ്ങൾക്ക് വേണമെങ്കിൽ, കൂടാതെ വേറെ വെറൈറ്റീസൊക്കെ ആളുടെ കയ്യിലുണ്ട് കേട്ടോ. അപ്പോൾ ആർക്കും താല്പര്യം നമ്പർ വിളിച്ച് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഡീറ്റെയിൽസൊക്കെ നമ്മൾ നേരിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് പോകുന്നത് ഡക്സ് ആണ് കേട്ടോ. അപ്പോൾ 3 ഡക്കാണ് ടോട്ടലി അതെല്ലാം കൊടുക്കാറുള്ളത്. ഫ്ലൈയിങ് ഡക്കാണ്. ഇപ്പോൾ ബ്ലാക്ക് കളർ മെയിലും വൈറ്റ് കളർ 2 ഫീമെയിലാണ് കേട്ടോ. അപ്പോൾ 3നും ഒരുമിച്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊന്നും പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ നേരിട്ട് പോയി കണ്ട് ഇഷ്ടപ്പെട്ട് എടുക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ സ്ഥലം വരുന്നത് തൃശ്ശൂരാണ്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നമ്പർ വിളിച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓണർ പേര് നിതിൻ എന്നാണ് കേട്ടോ. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് നേരിട്ട് തന്നെ ചോദിച്ചാൽ അറിയാവുന്നതാണ് കേട്ടോ. അപ്പോൾ ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊന്നും പോസിബിൾ അല്ല. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നുള്ള കുറച്ചധികം ക്യൂട്ടായിട്ടുള്ള ഡോഗ്സ് ആണ് കേട്ടോ. അപ്പോൾ ഏത് ബ്രീഡാന്ന് നോക്കിയാൽ നമ്മുടെ ബീഗിളാണ് കേട്ടോ. വെറൈറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ സ്ഥലം വരുന്നത് കോഴിക്കോടാണ് സ്ഥലം വരുന്നത്. അപ്പോൾ ഫീമെയിൽസ് ആണ് കൊടുക്കാനുള്ളത്. അപ്പോൾ പ്രായം വരുന്നത് വെറും 55 ദിവസമാണ്. അപ്പോൾ വാക്സിനേഷനൊക്കെ എടുത്ത ഡോഗാണ്. ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ പോസിബിൾ ആണ് കേട്ടോ. അപ്പോൾ നമ്പറും ബാക്കി ഡീറ്റെയിൽസൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 15 രൂപയാണ്. 15,000 രൂപയാണ് അദ്ദേഹം ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് ചോദിച്ച് അറിയാവുന്നതാണ്. അപ്പോൾ നല്ല ആക്റ്റീവായ നല്ല ക്വാളിറ്റി ഉള്ള നല്ല ഫീമെയിൽസ് ഡോഗ്സ് ആണ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നുള്ള ഒരു ആടാണ് കേട്ടോ. അപ്പോൾ ക്രോസ് ബ്രീഡാണ്. മലബാറും ബീറ്റിലും തമ്മിലുള്ള ഒരു ക്രോസ് ബ്രീഡാണ്. അപ്പോൾ പ്രായം വരുന്നത് 2 വർഷം പ്രായമാണ് വരുന്നത് കേട്ടോ. അപ്പോൾ സ്ഥലം വരുന്നത് എറണാകുളത്താണ് സ്ഥലം വരുന്നത് കേട്ടോ. അപ്പോൾ ഓണർ പേര് ബിജോയ് എന്നാണ്. അപ്പോൾ നല്ല അടിപൊളി നല്ല ഹൈറ്റും നല്ല സൈസൊക്കെ ഉള്ള ഒരു അടിപൊളി ആടാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ബിജോയ് എന്നാണ് ഓണറുടെ പേര്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം നമ്പർ വിളിച്ച് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ
ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചറിയാവുന്നതാണ് കേട്ടോ. കൂടാതെ വേറെയും ആടുകളൊക്കെ ആളുകൾ സെയിലിനായിട്ടുണ്ട്. അപ്പോൾ ആർക്കും താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ വിളിച്ച് കോൺടാക്ട്. ഈ ഒരു ആടിന് അദ്ദേഹം ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 18,000 രൂപയാണ് കേട്ടോ. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നുള്ളൊരു ഡോഗാണ് കേട്ടോ. അപ്പോൾ ഏത് ബ്രീഡാന്ന് നോക്കിയാൽ നമ്മൾ റോഡ് വീലർ ആണ്. അപ്പോൾ ഫീമെയിൽ ഡോഗാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ പ്രായം നോക്കുകയാണെങ്കിൽ 3 വയസ്സാണ് പ്രായം വരുന്നത്. അപ്പോൾ 3 ലിറ്റർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളൊക്കെയാണ് ഇറങ്ങാറ് കേട്ടോ. അപ്പോൾ ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 10,000 രൂപയാണ്. KC അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ചാമ്പ്യൻ്റെ ലൈനേജ് ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ സ്ഥലം വരുന്നത് തൃശ്ശൂരാണ്. വാക്സിനേഷൻ ഒക്കെ ഫുൾ കംപ്ലീറ്റഡ് ആണ്. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ പോസിബിൾ ആണ് ഈ ഒരു ഡോഗിന് കേട്ടോ. അപ്പോൾ ഓണർ പേര് ഷാജു എന്നാണ്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ചോദിക്കുന്ന വയസ്സ് 10,000 രൂപയാണ് കേട്ടോ. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നുള്ള ഫിഷാണ് കേട്ടോ. അത് നമ്മുടെ കാർപ്പാണ്, കബൂത്തോ കാർപ്പാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് പെർ പീസ് 16 രൂപയ്ക്കാണ് അദ്ദേഹം കൊടുക്കുന്നത്. സ്ഥലം വരുന്നത് പാലക്കാടാണ് സ്ഥലം വരുന്നത് കേട്ടോ. ഓൾ കേരള കൊറിയറും കാര്യങ്ങളൊക്കെ പോസിബിൾ ആണ്. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള കാർപ്പുകളാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആർക്കും താല്പര്യമെങ്കിൽ നമ്മൾ വിളിച്ച് കോൺടാക്ട് ചെയ്ത് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ച് അറിയാവുന്നതാണ് കേട്ടോ. അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നുള്ള കുറച്ചധികം ഫീമെയിൽ ബെറ്റാസ് ആണ് കേട്ടോ. അപ്പോൾ ഫുൾ മൂണിൻ്റെ ഫീമെയിൽസ് ആണ് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ബെറ്റാസ് ആണ്. അപ്പോൾ ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 80 രൂപയാണ്. ഓൾ കേരള കൊറിയറും കാര്യമൊക്കെ പോസിബിൾ ആണ് കേട്ടോ. അപ്പോൾ സ്ഥലം വരുന്നത് പാലക്കാടാണ്. അപ്പോൾ ഓണർ പേര് ശ്രീശാന്ത് ആണ് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമെങ്കിൽ നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്താൽ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ച് അറിയാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇന്ന് സെയിലിനായിട്ട് വന്ന പെറ്റ്സും ബാക്കി കാര്യങ്ങളൊക്കെ കേട്ടോ. അതാ ഇതൊക്കെയാണ് നമ്മുടെ ഇന്ന് സെയിലിനായിട്ട് വന്ന പെറ്റ്സും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെങ്കിൽ നമ്മൾ ആ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ അതിൽ നിങ്ങൾക്ക് പെറ്റ്സിന് സെയിൽ ചെയ്യാൻ പറ്റും. അതുപോലെ ലേലം വെക്കുന്നുണ്ട്, ലക്കി ഡ്രോ, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ആ ഗ്രൂപ്പിൽ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആർക്ക് വേണമെങ്കിലും ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും പുതിയ വീഡിയോ കാണാം. അതുവർക്കും ബൈ.